വെള്ളിയാഴ്ച വൈകുന്നേരം സാധാരണ വീക്കെൻഡിൽ പുറത്തിറങ്ങുന്ന പോലെ ഫാമിലിയും കൂട്ടി പുറത്തിറങ്ങി. ഇന്ന് കോർണിഷിൽ മീൻ പിടിക്കാനാണ് പോയത്. കോർണിഷിലെത്തിയപ്പോൾ അവിടെ ധാരാളം സൗദികൾ കാർപ്പറ്റൊക്കെ വിരിച്ച് കോർണിഷിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് കാണാമായിരുന്നു. ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്ത് ചെമ്മീനൊക്കെ ക്ലീനാക്കി ഞങ്ങൾ മീൻപിടുത്തം തുടങ്ങി. ഗുർഗുഫാൻ എന്നറിയപ്പെടുന്ന ഒരു വെളുത്ത തരത്തിലുള്ള ഒരു മീനാണ് ഇവിടെ സാധാരണ കിട്ടാറുള്ളത്. ചെമ്മീനാണ് ഞങ്ങൾ ഇതിന് ഇരയായി ഉപയോഗിക്കാറുള്ളത്. ഇന്ന് നല്ല കാലാവസ്ഥയാണ്, അധികം ഹ്യൂമിഡിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ധാരാളം സൗദികൾ വൈകുന്നേരം കോർണിഷിലേക്ക് എത്തിയിട്ടുണ്ട്. കടലിൽ അത്യാവശ്യം വെള്ളം ഉയർന്നിട്ടുണ്ട്. നല്ല ടൈഡ് കൂടിയ സമയത്താണ് ഞങ്ങൾ കോർണിഷിലേക്ക് പോയത്. കോർണിഷിന്റെ തീരത്ത് സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകളിൽ നിന്നുള്ള പ്രകാശം കടലിൽ പ്രതിഫലിക്കുന്നത് കാണാൻ നല്ല രസമാണ്. മീൻപിടുത്തം തുടങ്ങി കുറച്ച് സമയമായപ്പോഴേക്കും ഞങ്ങൾക്ക് മീൻ കിട്ടിത്തുടങ്ങി. ഇന്ന് ഹൈ ടൈഡ് ഉള്ളത് കൊണ്ട് ധാരാളം മീനുണ്ടാവാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഒരു ഗുർഗുഫാനാണ് ആദ്യം തന്നെ ലഭിച്ചത്. ഞങ്ങൾ മീൻപിടുത്തം തുടർന്നുകൊണ്ടേയിരുന്നു. കുറച്ച് മീനുകൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. കോർണിഷിന്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തിയ ധാരാളം സൗദികളുടെ വാഹനങ്ങൾ കോർണിഷിന്റെ തീരത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. കടലിൽ നല്ല പായലുണ്ട്. പലപ്പോഴും ചൂണ്ടയിൽ നല്ല കനം തോന്നുമ്പോൾ വലിച്ചു നോക്കുമ്പോൾ പായലായിരിക്കും കുടുങ്ങിയിട്ടുണ്ടാവും. മീൻ കിട്ടുന്ന കണ്ടപ്പോൾ കൂട്ടുകാരൻ ഷാഫിയെയും വിളിച്ചു. അവൻ അവന്റെ ഫാമിലിയെയും കൂട്ടി കോർണിഷിലേക്ക് വന്നു. മീൻപിടുത്തം എന്നത് വളരെ ക്ഷമയോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പെട്ടെന്ന് മീൻ കിട്ടണമെന്ന് ഉദ്ദേശിച്ചാൽ പലപ്പോഴും ലഭിച്ചു കൊള്ളണമെന്നില്ല. പല സമയത്തും കുറെ നേരം മീൻ പിടിക്കാൻ ശ്രമിച്ചാലും ഒന്നും ലഭിക്കാതെ തിരിച്ചുപോയ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. മീൻ കിട്ടാൻ തുടങ്ങിയാൽ കുട്ടികൾക്കും നല്ല ആവേശമാണ്. കുട്ടികളും ഞങ്ങളോടൊപ്പം നന്നായി മീൻ പിടിക്കാൻ കൂടും. വീണ്ടും ഒരു വലിയ ഗുർഗുഫാൻ കൂടി അടിച്ചിട്ടുണ്ട്. ഹുക്ക് പൂർണ്ണമായും വിഴുങ്ങിക്കഴിഞ്ഞാൽ മീനിന്റെ വായക്കകത്ത് നിന്നും ഇത് പുറത്തെടുക്കാൻ വലിയ പ്രയാസമാണ്. ഒരു കത്രിക ഉപയോഗിച്ച് മീനിന്റെ വായിൽ നിന്നും ഹുക്ക് വേർപ്പെടുത്തി ഞാൻ മീനിനെ എടുത്ത് കവറിലേക്ക് ഇട്ടു. ഇന്ന് നല്ല മീനുള്ള ദിവസമാണ്. ഞങ്ങൾ ചൂണ്ടയിടുമ്പോഴൊക്കെ മിക്കപ്പോഴും മീൻ ലഭിക്കുന്നുണ്ട്. ഏകദേശം 300 ഗ്രാം മുതൽ 400 ഗ്രാം വരെ ഭാരമുള്ള മീനുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റഫമോൾ മീൻ പിടിക്കാനുള്ള ചെമ്മീൻ ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെമ്മീനിന്റെ തൊലി കളഞ്ഞ് അവൾ ഓരോന്നായി അതിനെ കവറിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു. ചൂട് കുറഞ്ഞ ഈ സമയത്ത് വൈകുന്നേരം കോർണിഷിലേക്ക് വന്ന് ഇവിടെ കാറ്റും കൊണ്ട് ഫാമിലിയോടൊപ്പം സമയം ചെലവഴിക്കുക എന്നത് നല്ല രസകരമായ അനുഭവമാണ്. ഇതിനിടയ്ക്ക് ഞണ്ടുകളും ചൂണ്ടയിൽ കുടുങ്ങാൻ തുടങ്ങി. ഞങ്ങൾക്ക് കുറച്ച് ഞണ്ടുകൾ കൂടി ലഭിച്ചു. ഫ്രഷായി ലഭിക്കുന്ന ഞണ്ടു ഉണ്ടാക്കുന്ന ഞണ്ട് മസാല നല്ല രുചികരമാണ്. ഇരയ്ക്ക് വേണ്ടി ക്ലീനാക്കി വെച്ച ചെമ്മീൻ ഒരുപാട് ബാക്കിയുണ്ട്. ഇന്ന് ഏകദേശം 2 കിലോക്ക് മുകളിൽ മീൻ കിട്ടിയിട്ടുണ്ടാവും. ഫ്രഷായി ചൂണ്ടയിട്ട് പിടിക്കുന്ന മീനുകൾക്ക് പ്രത്യേക രുചി തന്നെയാണ്. വെള്ളം ഏകദേശം പരമാവധി കയറിക്കഴിഞ്ഞു. ഹൈ ടൈഡുള്ള സമയത്ത് കരയിലേക്ക് വെള്ളം കയറുമ്പോഴാണ് കൂടുതൽ മീനുകൾ ലഭിക്കാറുള്ളത്. കുട്ടികളും വളരെ ക്ഷമയോടെ പക്ഷേ നല്ല ആവേശത്തോടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്.
നിലാവുദിച്ചിട്ടുണ്ട്. പലപ്പോഴും നിലാവുദിച്ചു കഴിഞ്ഞാൽ മീൻ ലഭിക്കാറില്ല. ഇന്നെന്തോ നിലാവുദിക്കുമ്പോഴും നന്നായി മീൻ ലഭിക്കുന്നുണ്ട്. തുടരെ തുടരെ മീൻ കിട്ടിക്കൊണ്ടിരുന്നാൽ മീൻ പിടിക്കാൻ നല്ല ആവേശമാണ്. പക്ഷേ മീൻ ലഭിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ബോറടിക്കും. ഞങ്ങൾ ആവേശത്തോടെ മീൻപിടുത്തം തുടർന്നുകൊണ്ടേയിരുന്നു. സാധാരണ സുഹൃത്ത് യാക്കൂബിന്റെയും മറ്റൊരു സുഹൃത്തായ ഫവാസിന്റെയും ഫാമിലിയും കുട്ടികളും കൂടി മീൻ പിടിക്കാൻ വരാറുണ്ട്. ഇപ്പോൾ അവർ നാട്ടിലായതുകൊണ്ട് അവർക്ക് ഞങ്ങളുടെ കൂടെ മീൻ പിടിക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം കോർണിഷിന്റെ മറ്റൊരു ഭാഗത്ത് ഞങ്ങൾ മീൻ പിടിച്ച് ഇവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് പാകം ചെയ്ത് കഴിച്ചിരുന്നു. നല്ല രസകരമായ അനുഭവമായിരുന്നു അത്. കുട്ടികൾ മീൻ പിടിച്ചു മടുത്തെന്ന് കരുതുന്നു. സാധാരണ അവരുടെ കൂടെ ഉണ്ടാവാറുള്ള കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് അവർക്ക് അത്ര ആവേശമില്ല. നിലാവുദിച്ചപ്പോൾ കടലിൽ ചന്ദ്രന്റെ പ്രകാശം പ്രതിഫലിക്കുന്നത് കാണാൻ നല്ല രസം. വീണ്ടും വലിയൊരു ഞണ്ടിനെ കിട്ടി. ഞണ്ടിനെ ചൂണ്ടലിൽ നിന്ന് വേർപ്പെടുത്തി കവറിലേക്കിട്ടു. കടലിൽ നല്ല പായലുണ്ട്. പലപ്പോഴും വലിക്കുമ്പോൾ പായലാണ് ചൂണ്ടയിൽ കുടുങ്ങുന്നത്. ഞങ്ങൾ ആവേശത്തോടു കൂടി മീൻപിടുത്തം തുടർന്നുകൊണ്ടിരുന്നു. 2 പീസ് ഫിഷിംഗ് റോഡും ബ്രൈഡുമാണ് ഞങ്ങൾ മീൻപിടുത്തത്തിന് ഉപയോഗിക്കാറുള്ളത്. സബാഹിന്റെ ചൂണ്ടയിൽ എന്തോ ഒന്ന് കുടുങ്ങിയിട്ടുണ്ട്. അവൻ ആവേശത്തോടു കൂടി ചൂണ്ട വലിക്കാൻ തുടങ്ങി. ഒരു ഞണ്ടാണ് കുടുങ്ങിയത്. അവൻ അതിനെ വലിച്ച് കടലിലേക്കിട്ടു. ഇപ്രാവശ്യം ഞണ്ടിനെ ചൂണ്ടയിൽ നിന്ന് വേർപ്പെടുത്തുമ്പോൾ എനിക്ക് ചെറിയൊരു കടി കിട്ടി. നേരം ഇരുട്ടിയതോടെ കുറെ സൗദികൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അല്പനേരം കൂടി മീൻപിടുത്തം തുടർന്ന ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.